السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. آمن رسول in the last സൂറത്തുൽ ബഖറയുടെ അവസാനം എല്ലാ മനസ്സിന്റെ അള്ളാഹു അല്ലാത്ത ചിന്തകളെ മുഴുവനും തച്ചുടച്ച് അള്ളാഹുവിനെ നേരിട്ട് വിളിച്ച് അള്ളാഹുലേക്ക് ഹൃദയം തകർന്ന് മുറിഞ്ഞു വീഴുന്ന ഒരവസ്ഥയാണ്. അന്ത മൗലാന ഫൻസുന്ന അലൽ ഖൗമിൽ കാഫിരീൻ. ഇതുവരെ 3-4 സ്ഥലങ്ങളിൽ റബ്ബന റബ്ബന എന്ന് വിളിച്ചിട്ടാണ് ദ്വാരുന്നത്. ഉഫ്രാനക റബ്ബന വഇലൈക്കൽ മസീർ. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا لا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا لا تحملنا ما لا طاقة لنا به. കണ്ടോ, അവിടൊക്കെ റബ്ബന 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 എന്നിങ്ങനെ വിളിച്ചു പോയി അവസാനത്തിപ്പോ റബ്ബന എന്നുള്ള ആ വാക്കാണ്ട് മാറ്റി, വിളിയാണ്ട് മാറ്റി. അന്ത മൗലാന, അതിനാണ് റബ്ബന എന്നല്ല, അന്ത മൗലാന, നീയാണ് ഞങ്ങളുടെ യജമാനൻ, നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ, നീയാണ് ഞങ്ങളുടെ സഹായി, നീയാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നവൻ, നീയാണ് ഞങ്ങളുടെ എല്ലാം. ഫൻസുർന, അതുകൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ. അലൽ ഖൗമിൽ കാഫിരീൻ. ശത്രുവിഭാഗം യുദ്ധക്കളത്തിലാണെങ്കിലും ഇസ്ലാമിനെ വെല്ലുവിളിച്ചു വരുന്ന എല്ലാവിധ കുപ്രചരണങ്ങൾക്കും തെളിവ് കൊണ്ടും ആയുധം കൊണ്ടും ആരോഗ്യം കൊണ്ടും അവരുടെ മേൽ ഞങ്ങളെ നീ സഹായിക്കണേ എന്ന് പറഞ്ഞു നിർത്തുകയാണ്. ഇതുവരെ റബ്ബന എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്താ റബ്ബന എന്ന് പറയാത്തത്? ആ ദുആയുടെ തുടക്കത്തിൽ അള്ളാഹുവിനെ ദൂരെയുള്ള ആളെ വിളിക്കും പോലെ വിളിക്കേണ്ടി വന്നെങ്കിലും നമ്മളിങ്ങനെ പേരെടുത്തിട്ടും വിശ്ലേഷണം കൊണ്ടും ഉറക്കെ വിളിക്കുന്നത് അടുത്തുള്ള ആളല്ലല്ലോ, ദൂരെയുള്ള ആളല്ല. തൊട്ടടുത്ത ആളുണ്ടാവുമ്പോൾ പേരുകൊണ്ട് വിളിക്കേണ്ട കാര്യമുണ്ടോ? തൊട്ടടുത്ത ആളുണ്ടാവുമ്പോ നമ്മൾ വിളിക്കോ? ഇല്ല. ദൂരെയുള്ള ആളെ വിളിക്കും പോലെയാണ് ഈ വിളി, റബ്ബന റബ്ബന. ദ്വാന്റെ തുടക്കത്തിൽ മാനസികാവസ്ഥ അങ്ങനെയാണെങ്കിലും ദ്വാ കഴിയാൻ നേരത്തെ പിന്നെ ദൂരെയുള്ള ആളെ വിളിക്കും പോലെ അള്ളാനെ വിളിക്കേണ്ട ഒരു ആവശ്യം പോലെ ഇല്ലാത്ത വിധം അള്ളാനെ നേരെ മുന്നിൽ ഇങ്ങനെ കാണുന്നത് പോലെ ആവണം. അന്ത മൗലാന, പിന്നെ റബ്ബനല്ല, അന്ത മൗലാന. ദൂരെയുള്ള ആളെ വിളിക്കും പോലെയല്ല, ഫേസ് ടു ഫേസ് നേരെയുള്ള ഒരാളെ കണ്ട് വിളിക്കും പോലെ. അന്ത മൗലാന ഫൻസുർന, അന്ത മൗലാന ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. ഇതോടുകൂടി അത് അവസാനിപ്പിക്കുക. അത് നിസ്കാരത്തിൽ അങ്ങനെ തന്നെയല്ല. നമ്മൾ നിസ്കാരത്തിന് കൈയ്യട്ടിയാല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. അത് അദൃശ്യ ശക്തിയെ പുകഴ്ത്തി പറയാണ്, അദൃശ്യ ശക്തിയെ പുകഴ്ത്തി പറയാണ്, അഭാവത്തിലുള്ള ശക്തിയെ പുകഴ്ത്തി പറയാണ്. അർ-റഹ്മാനിർ റഹീം, അവൻ പരമകാരുണ്യാണ്, അവൻ മാലിക് യൗമിദ്ദീൻ, അവൻ പ്രതിഫല നാളിന്റെ ഉടമയാണ്. ഇയ്യാക്കന്റെ ഇവിടത്തെയപ്പോ അവല്ല, ഇയ്യാക്ക, നീ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. അവൻ പോയി, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നു എന്നുള്ളതിന് പകരം നീയായി. നിസ്കാരത്തിന്റെ തുടക്കത്തിൽ അവൻ 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 എന്ന് അഭാവത്തിലുള്ള ഒരു ശക്തിയെ, അദൃശ്യ ശക്തിയെ വിളിച്ചുകൊണ്ട് തുടങ്ങുകയാണെങ്കിലും ഫാത്തിഹന്റെ മർമ്മപ്രധാന സ്ഥലത്തുമ്പോഴേക്ക് അവൻ പോയി നീയായി മാറി. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദി, അവനല്ല, നീ ചേർത്തണേ, ഇഹ്ദിനി എന്നപോലെ തന്നെ അവിടെ ദുആന്റെ തുടക്കത്തില് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, അവിടെ റബ്ബന എന്ന് വിളിച്ചു. റബ്ബനാ ലാ തുഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ, അവിടെയും റബ്ബന എന്ന് വിളിച്ചു. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി വഅഫു അന്നാ വഗ്ഫിർ ലനാ, അവിടൊക്കെ റബ്ബന എന്ന് വിളിച്ചു. തുടക്കത്തിൽ റബ്ബന എന്ന് വിളിച്ചു. ഗുഫ്റാനക റബ്ബന, പക്ഷെ ഇവിടെ അതില്ല. അന്ത മൗലാന ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അള്ളാന്റെയും അടിമന്റെ ഇടയിൽ ഒരു മറയില്ല. അന്ത മൗലാന, യാ അല്ലാഹ്
ഖുർആനിൽ അല്ലാഹു തആല മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല കാര്യങ്ങളും ഇന്നത് ജനങ്ങൾ ചോദിച്ചാൽ ഇന്നത് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കുൽ 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 എന്നിട്ടാ പറഞ്ഞത്. യസ്അലൂനകാനി റൂഹി, റൂഹിനെ കുറിച്ച് അവർ തങ്ങളോട് ചോദിക്കുമ്പോൾ കുൽ തങ്ങൾ പറയണം അർ-റൂഹു മിൻ റബ്ബി എന്ന് പറയണം. യസ്അലൂനകാനിൽ അഹില്ല, ചന്ദ്രനെ കുറിച്ച് അവർ ചോദിച്ചാൽ കുൽ തങ്ങൾ പറയണം ഹിയ മവാഖീതു ലിന്നാസ് എന്ന് പറയണം. യസ്അലൂനകാനിൽ മഹീളി, മെൻസസ് പീരീഡിനെ കുറിച്ച് ചോദിച്ചാൽ കുൽ തങ്ങൾ പറയണം. ഇവിടൊക്കെ ഇന്നത് ചോദിച്ചാൽ ഇന്നത് പറയണം, ഇന്നത് പറയണം എന്ന് പറഞ്ഞിട്ടാ പഠിപ്പിക്കണേ. പക്ഷേ റബ്ബിനെ കുറിച്ച് ചോദിച്ചാൽ കുൽ എന്ന് പറഞ്ഞില്ല. വൈദാ സഅലക ഇബാദി അന്നീ, ചന്ദ്രനെ കുറിച്ച് ചോദിച്ചാൽ കുൽ തങ്ങൾ പറയണമെന്ന് പറഞ്ഞ റബ്ബ്. മെൻസസ് പീരീഡിനെ കുറിച്ച് ചോദിച്ചാൽ കുൽ തങ്ങൾ പറയണമെന്ന് പറഞ്ഞ റബ്ബ്. അതുപോലെ തന്നെ ആത്മാവിനെ കുറിച്ച് ചോദിച്ചാൽ കുൽ അത് തങ്ങൾ മറുപടി ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞ റബ്ബ്. എന്നെ കുറിച്ച് ചോദിച്ചാൽ കുൽ എന്ന് പറയാതെ റബ്ബ് തന്നെ നേരിട്ട് പറയുകയാണ് വഇദാ സഅലക ഇബാദി, എന്നെ കുറിച്ചാണ് അങ്ങയോട് ജനങ്ങൾ ചോദിക്കുന്നതെങ്കിൽ പിന്നെ കുൽ എന്ന് പറഞ്ഞില്ല. അല്ല പറയാണ് ഫഇന്നീ ഖരീബ്, അവനിലേക്ക് ഞാൻ വളരെ അടുത്തവനാണ്. അതിന് അള്ളനാണ് മറുപടി. കുൽ എന്ന രണ്ടക്ഷരം പറഞ്ഞില്ല, പറയാനുള്ള റബ്ബ് നേരിട്ടാണ് പറയുന്നത്. കാരണം അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, എല്ലാ സ്ഥലങ്ങളിലുണ്ട്, എല്ലായിടത്തുണ്ട്, എല്ലായിടത്തും ഒരുപോലെ ഉണ്ട്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിന് മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങി നിൽക്കുമ്പോ രാത്രിന്റെ ഇരുള്, കടലിന്റെ ഇരുള്, മത്സ്യത്തിന്റെ വയറിന്റെ ഉള്ള് എന്ന ഇരുള്, 3 ഇരുളിന്റെ ഉള്ളിൽപ്പെട്ട മഹാനായ സയ്യിദുനാ യൂനുസ് അലൈഹിസ്സലാം ഒരു ശാസ്ത്രീയ മാനദണ്ഡം കൊണ്ടും രക്ഷപ്പെടുമെന്ന് ഒരു അംശം പോലും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അള്ളാനെ വിളിച്ചു. ഉടനെ അല്ലാഹു ഫസ്തജബ്നാ ലഹു, യൂനുസ് അലൈഹിസ്സലാമിന് നമ്മൾ ഉത്തരം നൽകുകയാണ്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്റങ്ങ് ചൊല്ലലോടെ, ഈ ദുആ അങ്ങ് ഉരുവിടലോടെ ഫസ്തജബ്നാ ല, നമ്മൾ ഈ യൂനുസ് അലൈഹിസ്സലാമിന് ഉത്തരം നൽകുകയാണ്. ഫനജ്ജൈനാഹു മിനൽ ഗമ്മി, അവരുടെ ടെൻഷനിൽ നിന്ന് അവരെ നമ്മൾ രക്ഷപ്പെടുത്തുകയാണ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹ് അതിന്റെ അപ്പുറത്ത് വെച്ചു കൊടുത്ത്. നമ്മളിതിങ്ങനെ ഖുർആനിൽ ഓതി പോകുമ്പോ നമുക്ക് ഇങ്ങനെ തോന്നും, ഓ രാത്രിന്റെ ഇരുള്, കടലിന്റെ ഇരുള്, മത്സ്യത്തിന്റെ ഇരുള്, ഇതിനൊക്കെ പോലെ ദിക്റുകൊണ്ട് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാല് അത് യൂനുസ് അലൈഹി ഇസ്ലാമിന്റെ അള്ളാന്റെ ഇടയിലുള്ള ബന്ധം കൊണ്ട് അത്ഭുതകരമായിട്ട് സംഭവിച്ചു പോയ കാര്യമാണ്. ഇതൊക്കെ നമുക്കിങ്ങനെ ഓതി ആസ്വദിക്കാന്നല്ലാതെ നമ്മളേറ്റതൊന്നും ബന്ധമില്ലാന്ന് തോന്നും. അവിടെ അള്ളാഹ് ആ ആയത്ത് ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? വകദാലിക, ഇതിന്റെ യൂനുസിന്റെ ഇടയിലുള്ള പരിപാടി ഒന്നല്ല, ഇങ്ങനെ വകദാലിക, ഇങ്ങനെ നുഞ്ചിൽ മുഅ്മിനീൻ, എല്ലാ മുഅ്മിനീങ്ങളും നമ്മളെ രക്ഷപ്പെടുത്തും. ഇതെന്റെ യൂനുസിന്റെ ഇടയിലുള്ള പ്രശ്നമൊന്നുമല്ല. മുഅ്മിനാണോ അവന്റെ വിളിക്ക് നമ്മൾ ഉത്തരം നൽകും. പടച്ചോൻ വിളിച്ചാൽ അവിടെ ഉണ്ടാവും. സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഒരാള് ഫ്രണ്ട്ഷിപ്പ് നടിച്ചുകൊണ്ട് പോക്കറ്റിലാക്കി. ആള് മുനാഫിക്കാണ്, തീരെ ഉള്ളിൽ വിശ്വാസമില്ലാത്ത ആളാണ്, കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയി. നടക്കുന്നതിനിടയില് നല്ല കാറ്റും മഴയൊക്കെ വന്നപ്പോ ഇയാൾ പറഞ്ഞു നമ്മളൊന്ന് വിശ്രമിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. മലന്റെ ഉള്ളിലൊരു ഗുഹ കണ്ടു, അതിന്റെ ഉള്ളിൽ 2 ആളും കൂടി ഇങ്ങനെ വിശ്രമിക്കാണ്. അപ്പൊ പറഞ്ഞു ഇതിൽ കിടന്ന് വിശ്രമിക്കാൻ ഒരാൾക്ക് സൗകര്യമുള്ളൂ, സയ്യിദ് ഈ ഒന്ന് കിടന്ന് വിശ്രമിച്ചു, എന്നിട്ട് ഞാൻ വിശ്രമിക്കാന്ന് പറഞ്ഞു. സയ്യിദ് റളിയല്ലാഹു ഇങ്ങനെ നല്ല നടന്ന ക്ഷീണമുണ്ട്. അങ്ങനെ കിടന്ന് മയക്കത്തിലായപ്പോ ഇയാളൊരു കയറെടുത്തിട്ട് 2 കാലും 2 കൈയും കെട്ടി സയ്യിദിന്റെ. എന്തിന്? കഴുത്തിന് വെട്ടിയിട്ട് അറുക്കാൻ വേണ്ടിയിട്ട്, കഴുത്തിന് വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ട് 2 കൈ കെട്ടിയപ്പോ സയ്യിദ് ഉണർന്നു. എന്താ ഈ കാട്ടണ വെച്ചു. ഈ മുഅ്മിന്റെ ആളല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറെ കാലായിട്ട് ഞാൻ നിന്നെ നോട്ടട്ടാണ്, എനിക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല, നിന്നൊക്കെ വകവരുത്തുക എന്നുള്ളതാണ് എന്റെ ഒറ്റ ലക്ഷ്യം. കാരണം ഇനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആളാ, അവര് ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല. ഇയാള് കൂർത്ത മൂത്ത കത്തിയൊക്കെ കൈ കരുതിയെന്ന് അതൊക്കെ എടുത്തിട്ട് കഴുത്തിന് ഇങ്ങനെ കൊണ്ടാൻ നേരത്തെ ചെയ്തൊരു വിളിയാ റബ്ബനാ. ഒരു വിളിയല്ല, സമയത്ത് 1.5 വിളിയാണ്, പടച്ചോനെ. ആ സമയത്ത് ജിബ്രീൽ ഇസ്ലാം 7 ആകാശത്തിന്റെ മുകളിൽ അർശിന്റെ തൂണ് പിടിച്ച് നിൽക്കുകയാണ്. അർശിന്റെ തൂണ് പിടിച്ച് നിൽക്കുകയാണ്. അല്ലാഹ് പറഞ്ഞു എന്റെ സയ്യിദ് ഒറ്റക്കാണ്, അവനെ കൊല ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നുണ്ട്.
ഞാൻ പോയിട്ട് സഹായിക്കണം എന്ന് പറഞ്ഞു. എത്ര സെക്കൻഡ് കൊണ്ട് അവിടെ എത്തിയെന്നറിയോ? ഇയാൾ അറുക്കാൻ വേണ്ടി കഴുത്തിലേക്ക് കത്തി കൊണ്ടുവന്ന സമയത്ത് ഒരു പ്രകമ്പനം, മാറി നില്ലടാ മൂദേവി, തൊട്ടുപോകരുത്. പെട്ടെന്ന് ഇയാൾ വിറച്ചു. കാരണം ഒരു ഒച്ച ആരും കാണുന്നില്ല. അപ്പൊ ഇയാൾക്ക് തോന്നി അറക്കാൻ സമയത്തിന്റെ പേടി കൊണ്ട് എനിക്ക് തോന്നിപ്പോയതാണ് ഈ കാരണം. രണ്ടാമത് ഒരുങ്ങാണ്. അപ്പോഴും മാറി നിൽക്കടാ, തൊട്ടുപോകരുത്. അതിൽ ഇയാളിങ്ങനെ പകച്ചു നിൽക്കുക. കാരണം ഇത് തോന്നലല്ലോ, ഉള്ള തന്നെയല്ലോ. മൂന്നാമതും കടുങ്കൈക്ക് ഒരുങ്ങണ സമയത്തുണ്ട് ഒരു അശ്വഭടൻ, കുതിരപ്പുറത്ത് ഒരാള് ഓടിങ്ങോട്ട് വരണ്, ചാടി ഇറങ്ങിയിട്ട് ഇയാൾ ഒരൊറ്റ വെട്ട് 2 കഷ്ണായി സെയ്ദിന്റെ കാലും കയ്യൊക്കെ അയച്ചു കൊടുത്ത്. സെയ്ദ് അള്ളാന്ന് വെച്ചു, നിങ്ങളാരാന്ന് വെച്ചു. ഞാൻ ജിബിരിയിലാണെന്ന് പറഞ്ഞു. നിങ്ങൾ ആ ഗുഹന്റെ ഉള്ളിൽ നിന്ന് ആദ്യത്തെ വിളി വിളിച്ചപ്പോഴേ ഞാൻ അർഷിന്റെ തൂണ് പിടിച്ച് നിൽക്കായിരുന്നു. അപ്പൊ അള്ളാഹ് എന്നോട് പറഞ്ഞു, ബേം വിട്ടോളി എന്റെ സെയ്ദിന്റെ അടുത്തേക്ക്, കാരണം നിങ്ങളെ വിളി അവിടെ എത്തി. രണ്ടാമത് ഞാൻ വൈഹക്കലാ തഖ്തുലു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ 1-ാം ആകാശത്ത് എത്തിയിട്ടുണ്ട്. 3-ാം പ്രാവശ്യം പറഞ്ഞപ്പോ ഞാൻ ഭൂമിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അവൻ പിന്മാറിയില്ല. അപ്പൊ അവനെ ഞാൻ കൊന്നതാണ്. ഞാൻ ജിബ്രീലാണ്. അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അതുകൊണ്ടല്ലോ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും നല്ല സമാധാനമാണല്ലോ. കാരണം നമുക്ക് പടച്ചോണ്ടല്ലോ. ഏത് കഷ്ടപ്പാട്, ഏത് പ്രയാസം, ഏത് ശത്രുക്കള്, ആര് എവിടെ ഒഴിഞ്ഞിരുന്നിട്ട് ഒന്നുകൊടുത്തിട്ട് പാതിരാവിന്റെ ഉള്ളറയിൽ ഒന്ന് സുജൂദിട്ട് അന്ത മൗലാനാന്നാണ് പറയുമ്പോൾ മനസ്സിലുള്ളൊരു കുളിർമുണ്ട്. അത് അവർണ്ണനീയാണ്, പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. അന്ത മൗലാന, ഈ ഒരു വിളി ഉണ്ടല്ലോ, ഈ ഒരു വിളിയിലാണ് എല്ലാരും പിടിച്ചിരുന്നത്. അന്ത മൗലാന ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. വരുന്നത് വരും, എനിക്ക് ഇജുണ്ട്. ഏറ് കെട്ടിയിട്ട് കാലിനെ ഞെരിയാണി പൊളിഞ്ഞിട്ട് രക്തം പമ്പ് ചെയ്തിട്ട് 4 മൈൽ ഓടിയിട്ട് മരത്തിന്റെ ചുവട്ടിൽ ക്ഷീണിതനായി വിശ്രമിച്ച് തളർന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ആര്? മുഹമ്മദ് റസൂലുള്ളാഹ്. എന്തിനാ ഏറ് കൊണ്ടത്? അന്യനാട്ടിൽ പോയിട്ട് കട്ടതല്ല, പെണ്ണിനെ ചാടിച്ചതല്ല, അന്യായമായി കളിച്ചതല്ല, കളവ് പറഞ്ഞതല്ല, വഞ്ചന നടത്തിയതല്ല, കരിഞ്ചന്ത നടത്തിയതല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതല്ല, തല്ലിന് വക്കാണത്തിന് നേതൃത്വം കൊടുത്തല്ല. അല്ലാഹ് ഒരുവനാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഏറ് കൊണ്ടിട്ട് ചോരി കളിച്ചിട്ട് ഞെരിയാണി പൊട്ടിയിട്ട് 4 മൈൽ ഓടി മുഹമ്മദ് മുസ്തഫ. ആ മരത്തിന്റെ ഒട്ടിരുന്നിട്ട് വിളിച്ചൊരു വിളിയുണ്ട്, അന്ത മൗലാന യാ റബ്ബ്. നിനക്ക് എന്നോട് പരാതില്ലെങ്കിൽ എനിക്ക് തന്നൊരു വിഷമമില്ല പടച്ചോനെ, എനിക്ക് കിട്ടേണ്ടത് തന്നെയാണ് റബ്ബേ. ഈ അന്ത മൗലാനന്റെ അവിടെ നിന്ന് നമ്മൾ പോയി, അതാണ് പ്രശ്നം. അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കിളിർത്ത് വരേണ്ട ഒരു വൈകാരിക തലത്തിലുള്ള ഒരു വിളിയാണ്, വാചകടിയിൽ ഒതുക്കേണ്ടതല്ലത്. അന്ത മൗലാന ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഇതോടുകൂടി ആമന റസൂൽ കഴിയാണ്. ഇത് മിഅ്റാജിന്റെ രാവിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അവസരം കൊടുത്തപ്പോൾ അള്ളാന്റെ നേരെ മുമ്പ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച കാര്യങ്ങളാണ് ഈ ദുആ മുഴുവനും. ഇത് മുഴുവൻ അങ്ങനെയാണ്. അള്ളാഹു പറഞ്ഞു, ഞങ്ങൾക്ക് നീ ചോദിക്കാളൊക്കെ ചോദിച്ചോളി മുത്തുനബി. അപ്പൊ മുത്തുനബി പറഞ്ഞു, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. അപ്പൊ അള്ളാഹു പറഞ്ഞു, ഞാൻ വക വെച്ചു, ഇനി എന്താ ഉള്ളത്? അപ്പൊ രണ്ടാമത് പറഞ്ഞു, റബ്ബനാ ലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ. അത് ഞാൻ ചെയ്തു. ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? പിന്നെയും പറഞ്ഞു, റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി. അത് ഞാൻ വക വെച്ചു. ഇനി എന്താ ലാസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ മുറിഞ്ഞു വീണു, അഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഇത് മിഅ്റാജിന്റെ അനുഭവത്തിൽ അർഷിന്റെ കീഴേ നിന്ന് മുത്തുനബിക്ക് എടുത്തു കൊടുത്ത സ്പെഷ്യൽ നിധിയാണ്, സ്പെഷ്യൽ നിധിയാണ് ഈ ആയത്ത്. അതുകൊണ്ട് ഈ ആയത്ത് രാത്രിയിൽ ഓതുന്നവന് പിശാച് ഒരിക്കലും സ്പർശിക്കൂല. ഈ ആയത്ത് പകൽ ഓതുന്നവന് ദാരുണമായ അന്ത്യമോ മോശമായ ദുരന്തമോ പിടികൂടൂല. ഈ ആയത്ത് മുറുകെ പിടിച്ചവന് ഒരിക്കലും സിഹ്ർ ഏൽക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ ആളുകളായി നമ്മൾ മാറ്റട്ടെ. അള്ളാഹു ആമന റസൂലിന്റെ ഉള്ളിലേക്ക് നമ്മളിപ്പോ ഏകദേശം 20 ദിവസത്തോളായി ഒറ്റ ആയത്ത് വിശദീകരിക്കണം. 20 ദിവസമായി.
നോമ്പ് കഴിഞ്ഞിട്ട് തുടങ്ങിയതാണ്. ഇപ്പൊ തന്നെ ശവ്വാൽ അവസാനിക്കാറായി. ഇതിങ്ങനെ ഒരുപാട് വിശദീകരിക്കണതിന്, എന്നാലെങ്കിൽ ഇതിന്റെ ഒരു ചെറിയ പ്രകാശധാര ഉള്ളിൽ കിട്ടിയാൽ അത് മതി. മരിക്കുമ്പോ ചിരിക്കാനായി മതി. നമ്മൾ ആമന റസൂലിന്റെ ആളാണ്, ചിരിച്ചിട്ട് മരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് ആമന റസൂൽ എല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഇത് കൊണ്ടെടുക്കുന്ന ആള് ലാസ്റ്റ് സമയത്ത് ചിരിച്ചു മരിക്കും. ദിക്ർ ഉറക്ക ചൊല്ലി ചിരിച്ചു മരിക്കും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാൻ അല്ലാഹുവേ, പറഞ്ഞും കേട്ടോ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ആമന റസൂലിന്റെ ആളുകളാക്കണേ അല്ലാഹ്. സൂറത്തുൽ ബഖറയുടെ ആളുകളാക്കണേ അല്ലാഹ്. ഖബറിൽ പോയി കിടക്കുന്ന സമയത്ത് ചില ആളുകളെ ശക്തമായ മലക്കുകൾ ചോദ്യം ചെയ്ത് വരട്ടുമ്പോൾ സൂറത്തുൽ ബഖറയും ആമന റസൂലുമൊക്കെ പ്രത്യേക രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ട് മലക്കുകളുടെ ശക്തമായ ഇടപെടലിൽ നിന്ന് ഇവന്റെ ആളാന്ന് പറഞ്ഞിട്ട് മയ്യത്തിനെ രക്ഷപ്പെടുത്തും എന്ന് ഹദീസിൽ കാണാം. ആ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. സൂറത്തുൽ ബഖറ ഖബറിൽ കാവലാകുന്ന ആളുകളിൽ പെടുത്തണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന്, ദാരുണമായ അന്ത്യങ്ങളിൽ നിന്ന്, മാരക രോഗങ്ങളിൽ നിന്ന്, സഹിക്കാൻ കഴിയാത്ത പ്രയാസ പരീക്ഷണ പ്രതിസന്ധി പരാജയങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, കടക്കണികളിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങളൊക്കെ കാത്തുരക്ഷിക്കണേ അല്ലാ. മനസ്സിന്റെ താളം തെറ്റുന്ന അവസ്ഥയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. നെഞ്ചുവേദന, കാലുവേദന, മുട്ടുവേദന, അന്ധത, വന്ധ്യത, തലവേദന, പല്ലുവേദന, അപസ്മാരം, എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവെ, ഈ സദസ്സിൽ ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും കഷ്ടപ്പെട്ടുകൊണ്ട് രാവിലെ വരികയാണ്. ഈ ഇരുത്തം തന്നെ സ്വർഗത്തിലേക്കുള്ള ഇരുത്തത്തിന് കാരണമാക്കണേ അല്ലാ. ആഖിർ സമാനിൽ നാളെ മഹ്ശറിൽ ഹിസാബിൽ നിന്റെ ഖുർആൻ കേൾക്കാൻ ജമാഅത്ത് നിസ്കാരാനന്തരം പള്ളിയിലിരുന്ന ഈ ഒരു 20 മിനിറ്റ് അല്ലാഹുവേ, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്, കൂടിയാൽ 25 മിനിറ്റ് ഇരുത്തം നാളെ നിന്റെ മുമ്പിൽ ഹിസാബിൽ പറഞ്ഞ് സ്വർഗീയ സമാധാന സ്ഥാനങ്ങൾ വാങ്ങാനുള്ള ഒരു കാരണമായി നീ എഴുതി വെക്കണേ അല്ലാ. അല്ലാഹുവെ, പങ്കെടുത്ത ഒരാളെയും നീ പരാജയപ്പെടുത്തല്ല അല്ലാ. പങ്കെടുത്ത ഒരാളെയും നരകത്തിലിടല്ല അല്ലാ. പങ്കെടുത്തവരിൽ കച്ചവടക്കാർ, മുത്താലിമീങ്ങൾ, ആലിമീങ്ങൾ എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകണേ അല്ലാ. കടലും കരയും ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ. ആകാശവും മണ്ണും വിണ്ണും ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാ. പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിന്റെ അശാന്തിയെ നീ കെടുത്തിക്കളയണേ അല്ലാ. തീജ്വാലയെ നീ അണച്ചു കളയണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ്. اللهم أنت مولانا فانصرنا للقوم الكافرين. حسبي الله ونعم الوكيل، نعم المولى ونعم النصير، برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، سلام على المرسلين والحمد لله رب العالمين. السلام عليكم.